കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഹരിപ്പാട് നടന്നു. രമേശ് ചെന്നിത്തല എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളുകൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം രമേശ് ചെന്നിത്തല എംഎൽഎ ഹരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതായതുകൊണ്ട് നിയമനങ്ങൾ നടക്കുന്നില്ല. ധാരാളം അധ്യാപകരുടെ വേക്കൻസി നിലനിൽക്കുക. അതിലൊരു പരിഹാരം ഉണ്ടാകണം. സത്യത്തിൽ ഇപ്പോൾ മാനേജർമാർ സ്കൂൾ ഭിന്നശേഷിക്കാരെ തിരക്ക് നടക്കുകയാണ് പലയിടത്തും. അപ്പോൾ അതിന് പലയിടത്തും കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ഏതായാലും കോടതിയുടെ നിർദ്ദേശങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഹരിപ്പാട് വന്ന സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹവുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. അദ്ദേഹം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. വിദ്യാലയങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിന് ഒരു സഹായം നൽകുന്ന കാര്യം ഗവൺമെൻറ് പരിഗണനയിലാണെന്ന് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ വളരെയേറെ ഗവൺമെൻറ് ഭാഗത്ത് അനുകൂലമായ നിലപാട് സ്വീകരിക്കാമെന്ന് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് എയ്ഡഡ് സ്കൂളുകളുടെ പങ്ക് വലുതാണെന്നും അത് അവഗണിച്ചുകൊണ്ട് ഒരു സർക്കാരിനും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആയാവറമ്പ് രാമചന്ദ്രൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സമ്മേളനം എച്ച് സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഹരിപ്പാട് നഗരസഭാ അധ്യക്ഷൻ കെ രാമകൃഷ്ണൻ, അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണി കൊല്ലം, എസ് അനിയൻ, പി ചന്ദ്രമോഹനൻ, എം മധു, കെ കൃഷ്ണകുമാർ, എസ് നന്ദകുമാർ, രാജൻ മൂലേവീട്ടിൽ, ശ്രീനാരായണൻ ഭണ്ഡാരത്തിൽ, വി ഉല്ലാസ് രാജ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ആയാപറമ്പ് രാമചന്ദ്രനെ പ്രസിഡന്റായും, എസ് നാഗദാസ്, പി ചന്ദ്രമോഹൻ, രാജേശ്വരി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, എസ് അനിയനെ ജനറൽ സെക്രട്ടറിയായും, കെ കൃഷ്ണകുമാർ, എം മധു എന്നിവരെ സെക്രട്ടറിയായും, എസ് നന്ദകുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. CDN ന്യൂസ്, കായംകുളം.